Good evening, sir. Okay, good evening, Nasila. Good evening, sir. Good evening, Alpha. Good evening, sir. Okay, good evening, Sharanya. Yes, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? How are you? Very fine, sir. Okay, okay, Alpha, very good, very good. എപ്പോഴും ഫൈൻ ആയിരിക്കട്ടെ. യെസ്. ഇനി എത്ര നാള് നമ്മൾ തമ്മിൽ കാണും അല്ലേ? കുറച്ച് ദിവസങ്ങൾ കൂടെ ഉണ്ടാവുള്ളൂ. യെസ്. ജസ്ന. Yes, sir. Okay, okay, ജസ്ന. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവൽ ഫ്രേസസിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അഡ്ജക്റ്റീവൽ ഫ്രേസ് ആൽഫ, അഡ്ജക്റ്റീവൽ ഫ്രേസസിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്? Yes, sir. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് നമ്പർ 3 ആണ്. യൂണിറ്റ് നമ്പർ 3, ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. അതാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. യൂണിറ്റ് നമ്പർ 3 ദ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. ഇത് നമ്മൾ വേറെ പല ക്ലാസ്സുകളിലും പലയിടത്തുമായിട്ട് പയ്യെ ഒക്കെ പറഞ്ഞു പോയിട്ടുള്ള അതേ വിഷയം തന്നെയാണ്. എന്നാലും ആ ഒരു ചാപ്റ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഓക്കെ 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 നമുക്കറിയാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലും ഇനി ആരെയും നോക്കണ്ടല്ലോ. 11 പേരായില്ലേ? 10 പേരൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താണ് ആരൊന്നും ഇണ്ടാത്തത്? Yes, sir. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒരാളൊരു ഗ്രീൻ സിഗ്നൽ തന്നെ, അപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ സിഗ്നൽ തരട്ടെ എന്ന് വെച്ചോണ്ട് വെയിറ്റ് ചെയ്യും. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെർബ് സിസ്റ്റത്തെ കുറിച്ചാണ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ക്രിയ എന്ന് നമ്മൾ പറയുന്ന സംഗതിയാണ് നമ്മൾ വെർബ് എന്ന് പറയും. ഏത് സെന്റൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു വെർബ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെർബില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സഹായക്രിയ ആയിരിക്കാം, ചിലപ്പോൾ സഹായക്രിയ അല്ലാതെ മെയിൻ വെർബ് ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലുമൊക്കെ വരാം. ഓക്കെ, ഞാനിപ്പോ ഒരു വാചകം പറയുകയാണ്. ഞാനൊരു വാചകം പറയുന്നു, നിങ്ങൾ അതൊന്ന് എഴുതുന്നു. അതായത് ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഷീ ഈസ് എ ഗുഡ് ഗേൾ. അത് ഒന്നാമത്തെ വാചകം, ഷീ ഈസ് എ ഗുഡ് ഗേൾ. രണ്ടാമത്തെ വാചകം എൻ്റെ അടിയിൽ എഴുതുക. ഷീ വർക്ക്സ്, WORKS, വർക്ക്സ് in SBI, സൗത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതിന്റെ ഷോർട്ടായിട്ട് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാചകങ്ങളിലേക്ക് വരാം. അപ്പൊ ആദ്യത്തെ വാചകം നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോ ഷീ ഈസ് എ ഗുഡ് ലേഡി അല്ലെ? ഗുഡ് ഗേൾ ലേഡി, ഗുഡ് ഗേൾ. ഓക്കെ, അതാണ് നമ്മൾ ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൾ. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകുന്നു. എന്താകുന്നു? ഗുഡ് ഗേൾ. അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ വെർബിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ശരണ്യ, ഇതിന്റെ അകത്ത് വെർബ് ഏതാണെന്ന് പറയാമോ? എടാ, രണ്ടാമത്തിലോട്ടൊന്നും വന്നിട്ടില്ല. ആദ്യത്തെ സെന്റൻസ് ഈസ്. ഓക്കെ, വെരി ഗുഡ് കറക്റ്റ് ആണ്. ഈസ് ആണ് ഇതിനകത്ത് വെർബ്.
ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്, ആർക്കും സംശയമില്ലല്ലോ. ഈസ് ആണ് അതിനകത്ത് വെർബ്. അപ്പൊ ഈസ് എന്ന് പറയുമ്പോൾ അതൊരു ഹെൽപ്പിംഗ് വെർബാണ്, അത് ഓക്സിലറി വെർബാണ്, ഓക്സിലറി വെർബ്. ഓക്കെ, അപ്പൊ ഈസിന്റെ അടിയിൽ ഒന്ന് വരച്ചിട്ട് തരാം കേട്ടോ. ഓക്കെ, ആൽഫ രണ്ടാമത്തെ വാചകം ഒന്ന് വായിച്ച്. She works in SBI. SBI. അപ്പൊ അതിന്റെ അകത്ത് വെർബ് ഏതാണ് ആൽഫ? Works. വർക്ക്സ്. ഓക്കെ, ആ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോലി ചെയ്യുന്നു, അതാണ് ഇതിനകത്ത് വെർബ്. അപ്പൊ ആ വർക്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? വർക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് പറയാം, വർക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയാം, വർക്ക് അല്ലെ. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയാം. മറ്റേത് ഒരു ഓക്സിലറി വെർബാണ്, ഓക്സിലറി വെർബ്. യെസ്, അപ്പൊ രണ്ടും വെർബാണ്, ഒന്ന് ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും, ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ, ഈസ് എന്ന് പറഞ്ഞാൽ വെർബാണ്, വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെർബ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇംഗ്ലീഷിൽ വെർബുകളെ രണ്ടായിട്ട് വിഭജിക്കും. ഇംഗ്ലീഷില് വെർബുകളെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കും. അതിൽ ഒന്നാമത്തേന് പറയുന്ന പേര് മെയിൻ വെർബ് എന്നും രണ്ടാമത്തേന് പറയുന്ന പേര് ഹെൽപ്പിംഗ് വെർബ് എന്നുമാണ്. ഓക്കെ, പിടികിട്ടിയല്ലോ. ഒന്നാമത്തേനെ പറയുന്ന പേര് മെയിൻ വെർബ് എന്നും രണ്ടാമത്തേനെ പറയുന്ന പേര് ഹെൽപ്പിംഗ് വെർബ് എന്നും. ഓക്കെ, അതില് ആ ഹെൽപ്പിംഗ് വെർബ് എന്നുള്ള അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് പരിഗണിക്കാം. നമ്മൾ മെയിൻ വെർബിനെ എടുക്കുക. മെയിൻ വെർബ്, ആ മെയിൻ വെർബിനെ മെയിൻ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയാവുന്നതിനെയാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. നേരത്തെ ഇപ്പൊ ആൽഫ പറഞ്ഞില്ല, വർക്ക് പാസ്റ്റ് ടെൻസ് വർക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർക്ക്. ടേക്ക്, ടുക്ക്, ടേക്കൻ, ഒരു മെയിൻ വെർബാണ്. അപ്പൊ ജസ്റ്റ് ഒരു മെയിൻ വെർബ് പറഞ്ഞേ. പറയൂ. Walk. വാക്ക്, WALK, വാക്ക്, വാക്ക്, വാക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ അകത്ത് നമുക്ക് പുതിയൊരാൾ വന്നേക്കണ പോലെ തോന്നുന്നു, മനീജ. പഴയ ആൾ തന്നെയാണ്, പുതിയ ആളാണ്? മനീജ പഴയതാണോ പുതിയതാണോ? ഇല്ല, അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയിരുന്നില്ല, മോന് എക്സാമും പിന്നെ കാര്യങ്ങളൊക്കെ ആയി കാരണേ. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. അപ്പൊ മനീജ പറഞ്ഞ ഒരു ഒരു വെർബ് പറഞ്ഞേ, ഒരു മെയിൻ വെർബ്, പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒക്കെ വരുന്ന ഒരു വെർബ് പറഞ്ഞു. ഇഷ്ടം പോലെ കിടക്കില്ല, ഏതെങ്കിലും ഒരെണ്ണം പറയും. പ്ലേ. പ്ലേ, പ്ലേ എന്ന് പറഞ്ഞാൽ ശരിയാണ്, പ്ലേഡ്, പ്ലേഡ് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി, റെഡി. അപ്പൊ നമുക്ക് പറയാം, ഇംഗ്ലീഷില് വെർബിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് മെയിൻ വെർബ് എന്നും ഒന്ന് ഓക്സിലറി വെർബ് എന്നും പറഞ്ഞു. അതിൽ ഹെൽപ്പിംഗ് വെർബും ഓക്സിലറി വെർബും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലൊന്ന് മാറ്റി വെച്ചു. നമുക്ക് അല്പം കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കാം. നമ്മൾ മെയിൻ വെർബിനെ എടുത്തു. ഓക്കെ, മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. തന്നിരിക്കുന്ന വാചകത്തിന്റെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയാൻ പറ്റുന്നതിന് മെയിൻ വെർബ് എന്ന് പറയും. ഇനി ഈ മെയിൻ വെർബിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിച്ചു. മെയിൻ വെർബിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിച്ചു. അത് ഒന്നിന് റെഗുലർ വെർബ് എന്നും രണ്ടാമത്തേനെ ഇറഗുലർ വെർബ് എന്നും പറയും. ഓക്കെ, അപ്പൊ നിങ്ങളൊരു മുകളില് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൈസ് വെർബ് എന്ന് എഴുതി കണ്ട ആരോ മാർക്ക് ഇട്ടിട്ട് ഹെൽപ്പിംഗ് വെർബ് മെയിൻ വെർബ് എന്ന് എഴുതുക. എന്നിട്ട് ആ മെയിൻ വെർബിന്റെ കീഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അതിന് രണ്ടായിട്ട് വിഭജിക്കുക. ഒന്ന് റെഗുലർ വെർബ്, അടുത്തത് ഇറഗുലർ വെർബ്. അങ്ങനെ രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചിട്ട് മെയിൻ വെർബിന്. അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെയാണ് റെഗുലർ വെർബ്, എന്തൊക്കെയാണ് ഇറഗുലർ വെർബ് എന്ന് നോക്കാം. ഓക്കെ, നസീല. Yes, sir. How are you? Fine, sir. Okay. Very good. Okay, നസീല, ഞാനൊരു വെർബ് പറയാം. ലുക്ക്, അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞേ. Looked, looked. ഓക്കെ. അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് വാക്ക് ചേർത്ത് കൂടെ? ED. ED ചേർത്തു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രസന്റ് ടെൻസിനെ കൂടി ഏത് വാക്ക് ചേർത്തു? ED. ഓക്കെ, അവിടെ നിൽക്കണം. ഒരെണ്ണം കൂടി കേട്ടോ. അടുത്തത് ലൈക്ക്, അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞേ.
liked, liked, ലൈക്ഡ്. അപ്പൊ അവിടെ പാസൻസ് കിട്ടാൻ വേണ്ടിട്ട് ഏത് വേർഡ് ചേർത്തു? ed, ed, ഓ ഇഡി ചേർത്താൽ അല്ലെങ്കിൽ വെറും ഡി ചേർത്താൽ? ed, അപ്പൊ ലൈക്കിന്റെ സ്പെൽ ചെയ്യുന്നതാണ് like, ഇ. പിന്നെ അപ്പൊ ഡി മാത്രം d, okay sir, d. കൺഫ്യൂഷൻ അല്ലേ? ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി, ലൈക്ക് എന്ന് പറയുന്ന വാക്കിനെ കൂടെ ലൈക്ക് അതിന്റെ പാസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രസന്റ് ടെൻസിൽ കൂടി നമ്മൾ ഡി ചേർത്ത്. ഇപ്പൊ ലൈക്ക് നൈക്ക് പാസൻസ് കിട്ടി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ കൂടെ ഒരു ഡി ചേർത്ത് കഴിഞ്ഞപ്പോ അത് പാസ്റ്റ് ടെൻസ് കിട്ടി, അല്ലെ? പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടി. ഇനി നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് വാക്ക്, WALK, വാക്ക്, അതിന്റെ പാസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇ ഡി ചേർത്ത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ ഡി തന്നെയാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടാൻ ഡിയോ ഇ ഡിയോ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് റെഗുലർ വെർബ്. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറയുന്നു മെയിൻ വെർബിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. റെഗുലർ വെർബ് എന്ന് പറയും, ഇറഗുലർ എന്ന് പറയും. അപ്പൊ എന്താണ് റെഗുലർ വെർബ് എന്ന് പറഞ്ഞാല്? ആ വാചകത്തിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടാൻ എന്ത് വേണം? ഒന്നില്ലെങ്കിൽ ഡി ചേർക്കുക, അല്ലെങ്കിൽ ഇ ഡി ചേർക്കുക. യെസ്, അതുമല്ല, ഈ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിയിൽ അവസാനിക്കുമെങ്കിൽ, ഡി എന്ന് പറയുന്ന ലെറ്ററിൽ അവസാനിക്കുമെങ്കിൽ അതിന് നമുക്ക് ഇറഗുലർ വെർബ്, റെഗുലർ വെർബ് എന്ന് പറയാം. എന്ത് പറയാം? റെഗുലർ വെർബ്. ഓക്കെ, ഇവിടെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തിലോട്ട് വരാം. അതാണ് എന്ത്? ഇറഗുലർ വെർബ്. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്ന് ടൈപ്പ് ആയിരിക്കും. പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്ന് ടൈപ്പ്. എക്സാമ്പിൾ ഞാൻ പറയാം. ഗോ പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്, വേറൊരു വേർഡല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ, അതും വേറൊരു വേർഡല്ലേ? ഗോ, വെന്റ്, ഗോൺ, മൂന്ന് ടൈപ്പല്ലേ വന്നേക്കണേ. അങ്ങനെ പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്ന് ഡിഫറെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഇറഗുലർ വെർബ്. ശരണ്യ, ഒരു ഇറഗുലർ വെർബിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ശരണ്യ. ഓക്കെ, ഒരു ഇറഗുലർ വെർബിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്ന് ടൈപ്പ് ആയിരിക്കും. ഞാൻ ഒരെണ്ണം പറഞ്ഞു, ഗോ, വെന്റ്, ഗോൺ. ആർക്കെങ്കിലും പറയാമോ? മൂന്ന് മോഡൽ പറയൂ നിസിയ. ഓക്കെ, കറക്റ്റ് ആണ് നിസിയ. ടേക്ക്, ടുക്ക്, ടേക്ക്. ടേക്ക് എടുക്കുക, പാസ്റ്റ് ടുക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്ക് ആണ്. മൂന്നല്ലേ? ശരണ്യ പറഞ്ഞോളൂ. ശരണ്യക്ക് ആലോചിക്കാൻ കുറച്ച് സമയം തന്നതാണ്. Read. സി. ഓക്കെ, കറക്റ്റ് ആണ്. സി, സോ, സീൻ. സി കാണുക, സോ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സീൻ, സി, സോ, സീൻ. ഓക്കെ ശരണ്യ, കറക്റ്റ് ആണ്. ഹരീഫ് എന്തോ പറയാൻ പോയല്ലോ? Sit, sitting, sat. Sit, sitting, sat. അതെ, ക്ലിയർ ആയില്ല കേട്ടോ. എന്താണ് ഹരീഫ പറഞ്ഞത്? വേറെ ആർക്കെങ്കിലും ക്ലിയർ ആയോ എന്ന് പറഞ്ഞ? സി ഇവിടെ ശരണ്യ പറഞ്ഞു, സി, സോ, സീൻ പറഞ്ഞു, ടേക്ക്, ടുക്ക്, ടേക്കൻ പറഞ്ഞു. ഡു. ഓക്കെ ജസ്ന, കറക്റ്റ് ആണ്. ഡു, ഡിഡ്, ഡൺ. ഓക്കെ, കറക്റ്റ് ആണ്. Draw, drew, drawn. ഓക്കെ. ഡ്രോ, ഡ്രൂ, ഡ്രോൺ. ഓക്കെ. അപ്പൊ ശരി. Sing, sang, song. ഓക്കെ. സിംഗ്, സാങ്, സങ് ആണ് കേട്ടാ. സോങ് എന്ന് പറയുമ്പോ പാട്ടാണ്, അതിനാണ് ഇപ്പൊ സിംഗ്, സാങ്, സങ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു
വെർബിനെ രണ്ടായിട്ട് വിഭജിക്കാം. മെയിൻ വെർബ് എന്ന് പറഞ്ഞു, പിന്നെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞു. ഹെൽപ്പിംഗ് വെർബ് നമ്മൾ തൊട്ടിട്ടില്ല, മാറ്റി വെച്ചിരിക്കുകയാണ്. മെയിൻ വെർബിനെ നമ്മൾ എടുത്തു. ആ മെയിൻ വെർബിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കാം. റെഗുലർ വെർബ് എന്ന് പറയും, ഇറഗുലർ വെർബ് എന്ന് പറയും. റെഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിസിയ പറഞ്ഞോളൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ അപ്പൊ നമ്മള് റീഡ് റെഡ് എന്ന് പറയൂലേ, അപ്പൊ അത് പ്രൊനൗൺസിയേഷൻ വ്യത്യാസമാണ്, സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. അപ്പൊ ഏതില്ല പിന്നെ റീഡ് റെഡ് വരൂലേ? അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തണ്ട. ഇറഗുലർ വരൂലേ, അതിനകത്ത് പെടുത്തിയാൽ മതി. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ അങ്ങോട്ട് വരാം. ഓക്കെ അപ്പൊ നോക്കിയേ, അതുപോലെ തന്നെ വരുന്ന വേറെയും വാക്കുണ്ട്. കട്ട്, പുട്ട്. അത് മൂന്ന് സെയിം ആണ്. മനസ്സിലായില്ലേ? പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. പുട്ട് എന്ന് പറയുമ്പോഴും PUT പുട്ട് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസും പുട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ടാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നോക്കുക. വെർബ് നമ്മൾ പറഞ്ഞു. ആ വെർബിൽ നമ്മൾ മെയിൻ വെർബ് എന്ന് പറഞ്ഞു. മെയിൻ വെർബിൽ നമുക്ക് രണ്ടാക്കി. ആ രണ്ടാക്കി നമുക്ക് റെഗുലറും പറഞ്ഞു, ഇറഗുലറും പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞത് ഒന്ന് തിരിച്ചു പറഞ്ഞു ചെയ്യാം. ഞാനിപ്പോ പറഞ്ഞില്ലേ മുഴുവനും വെർബ് മുതല്? ആദ്യം തുടങ്ങിയാണോ? വെർബിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അത് ഒന്ന് മെയിൻ വെർബ്, രണ്ട് ഹെൽപ്പിംഗ് വെർബ്. മെയിൻ വെർബിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. പിന്നെ ഒരു റെഗുലർ വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർബിന്റെ V1 V2 V3 കിട്ടാൻ വേണ്ടി D അല്ലെങ്കിൽ ED ചേർക്കുന്നതിനാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. വെർബ് എന്ന് പറയുന്നത് V1 V2 V3 മൂന്ന് തരത്തിലാണെങ്കിൽ അതിന് ഇറഗുലർ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കിയാണ്. ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ മാറ്റി നിർത്തിയേക്കായിരുന്നു. ആ ഹെൽപ്പിംഗ് വെർബിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ആ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുന്നതിൽ ഒന്നാണ് പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും, രണ്ടാമത്തേനെ മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും, വേറൊന്നിനെ മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. യെസ്, അപ്പൊ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൈമറി ഹെൽപ്പിംഗ് വെർബാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈസ്, ആമ്, ആറ്, വാസ്, വേറ്, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. പ്രൈമറി. അപ്പൊ നമുക്കൊന്നുകൂടി പറയാം. ഈസ്, ആമ്, ആർ, വാസ്, were, do, does, did, has, have, had. Okay, is, amar, was, were, has, have, had, do, does, did. Okay, ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. ഇനി അപ്പുറത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ മോഡൽ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, വുഡ്, ഇതെല്ലാം ആ മോഡൽ ഹെൽപ്പിംഗ് വെർബിൽ വരും. രണ്ടിനെയും പൊതുവെ പറയുന്ന പേര് ഹെൽപ്പിംഗ് വെർബ് എന്ന് തന്നെയാണ്, പിന്നെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്നും മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്നും. അത് പ്രൈമറി ഹെൽപ്പിംഗ് വെർബിൽ ഈസ്, ആമ്, ആറ്, വാസ്, വേറ്, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. മോഡൽ ഹെൽപ്പിംഗ് വെർബില് ഷാല്, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഇതെല്ലാം വരുന്നത് ഇതിനകത്താണ്
മോഡൽ ഹെൽപ്പിംഗ് വെർബിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും ക്ലിയർ ആയല്ലോ. ജസ്റ്റ് അതൊന്ന് പറഞ്ഞേ. ഹെൽപ്പിംഗ് വെർബിനെ രണ്ടായിട്ട് വിഭജിച്ച് ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞു, തിരിച്ചു പറഞ്ഞു. പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് അത് ഹാസ് മോഡൽ ഹെൽപ്പിംഗ് വെർബ്. പ്രൈമറി ഹെൽപ്പിംഗ് വെർബിൽ വരുന്നത് ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. മോഡൽ ഹെൽപ്പിംഗ് വെർബിൽ വിൽ, ഷാൾ, ക്യാൻ, മൈറ്റ്, ഷുഡ്, വുഡ്, മേ. പിന്നെന്തെങ്കിലും മിസ്റ്റേക്ക്? ഓക്കെ, ശരിയാണ്. ഷാല്, ഷുഡ്, വില്ല്, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. പിന്നെ ആ ഹെൽപ്പിംഗ് വെർബില് ഓക്കെ നീഡ് ഉണ്ട്, മസ്റ്റ് ഉണ്ട്, MUST, മസ്റ്റ്. ഓക്കെ. യെസ്, അപ്പൊ ഞാൻ പ്രധാനമായിട്ടുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് വേറൊരു മോഡലാണ്. അപ്പൊ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കൊരു കാര്യം നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം. മെയിൻ വെർബ് എന്താണ്, ഹെൽപ്പിംഗ് വെർബ് എന്താണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. റെഗുലർ എന്താണ്, ഇറഗുലർ എന്താണ്, പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്താണ്, മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്താണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഹെൽപ്പിംഗ് വെർബിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഹെൽപ്പിംഗ് വെർബിന്റെ ഉപയോഗം. അപ്പൊ ആ ഹെൽപ്പിംഗ് വെർബിൽ നമ്മൾ ഡൂവും ഡസും ഡിഡും നമ്മൾ തൽക്കാലം ഒന്ന് പരിഗണിക്കും. ഡൂവും ഡസും ഡിഡും. ഓക്കെ, അത് മൂന്നും വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതായത് സാധാരണ ഇപ്പൊ നമ്മൾ പറയുന്ന സിമ്പിൾ പ്രസന്റ് ആയ വാചകങ്ങളുണ്ട്. ആ സിമ്പിൾ പ്രസന്റ് ആയ വാചകങ്ങളുടെ നെഗറ്റീവ് വാചകം പറയാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഡു വേണ്ടി വരും, അല്ലെങ്കിൽ ഡസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വേണ്ടി വരും. അതാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡിഡ് വേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു വാചകം പറയുന്നു. They work in BSNL. അവര് വർക്ക് ജോലി ചെയ്യുന്നു ഇൻ BSNL. BSNL ആണ് അവർ ജോലി ചെയ്യുന്നത്. ഭാവന? ഓക്കെ, അപ്പൊ ദേ വർക്ക് ഇൻ BSNL എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആയിട്ട് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാല് ദേ സബ്ജക്റ്റ് ആണ്, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. അതൊരു പോസിറ്റീവ് വാചകമാണ്. അതായത് ജോലി ചെയ്യുന്നു. അപ്പൊ അവർ BSNL ജോലി ചെയ്യാറില്ല എന്നാക്കണമെങ്കിൽ എങ്ങനെ വാക്കും? നെഗറ്റീവ് ആക്കണമെങ്കിൽ എങ്ങനെ എഴുതും? ഡസ് നോട്ട് ആണ്. ഡസ് നോട്ട് അല്ല, ഡു നോട്ട് ആണ് കേട്ടോ. ദേ ഡു നോട്ട് വർക്ക് ഇൻ BSNL. ഇതാണ് കറക്റ്റ്. ഡസ് നോട്ട് അല്ല, ഡു നോട്ട് ആണ്. യെസ്, ദേ ഡു നോട്ട് വർക്ക് ഇൻ BSNL. അപ്പൊ ആ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ എന്താക്കാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഓക്സിലറി വെർബായ ഡസ് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോ ഓക്സിലറി വെർബിന്റെ അല്ലെങ്കിൽ പ്രൈമറി ഹെൽപ്പിംഗ് വെർബിന്റെ പല ആവശ്യങ്ങളെ കുറിച്ച് പരിഗണിക്കുമ്പോൾ ഒന്ന് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ നെഗറ്റീവ് വാചകം എഴുതണമെങ്കിൽ ഡു നമ്മൾ ഉപയോഗിക്കുന്നു. ഞാൻ വേറൊരു വാചകം പറയാം. ഐ ടീച്ച് യു ഇംഗ്ലീഷ്. ഐ ടീച്ച് യു ഇംഗ്ലീഷ്. ഓക്കെ, ഐ ടീച്ച് യു ഇംഗ്ലീഷ്. അതിന്റെ നെഗറ്റീവായ വാചകം പറഞ്ഞേ, ആർക്കെങ്കിലും പറയാം. ഐ ടീച്ച് യു ഇംഗ്ലീഷ്. I don't teach you English. ഐ ഡോണ്ട് ടീച്ച് യു ഇംഗ്ലീഷ് എന്നുകൂടി പറയുമ്പോൾ ഐ ഡു നോട്ട് ടീച്ച് യു ഇംഗ്ലീഷ് എന്നാണ്. അത് ഡു പ്ലസ് നോട്ട് എന്നുള്ളത് ഡോണ്ട് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഐ ഡോണ്ട് ടീച്ച് യു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ഡു നോട്ട് ടീച്ച് യു ഇംഗ്ലീഷ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഒരു ഡു നോട്ട് അങ്ങോട്ട് ചേർത്താൽ മതി. ഇനി ഞാൻ ആ സെന്റൻസ് ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഐ ടീച്ച് യു ഇംഗ്ലീഷ് എന്നുള്ളതിന് പകരം ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. TEACHES. ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അതിന്റെ നെഗറ്റീവ് എഴുതുമ്പോൾ എന്ത് പറയും?
She does not teach English. ഓക്കെ. ഹി ഡസ് നോട്ട് ടീച്ച്. ഓക്കെ, നസീല കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് കാരണം ഡു നോട്ട് വരാതിരിക്കാൻ കാരണം? അവിടെ ഹി എന്ന് പറയുമ്പോൾ എത്ര ആളെ ഉള്ളൂ? ഒരാളെ ഉള്ളൂ. അപ്പോ എന്ത് വേണം? ഡസ് എന്ന് എസ് ചേർക്കണം. അപ്പോ ഡൂവിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. മനസ്സിലാകാത്തവർക്ക് കൂടി പറയണം. നേരത്തെ ഐ ഡു നോട്ട് ടീച്ച് എന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ആയിരുന്നു. ഐ ടീച്ച് ഇംഗ്ലീഷ്, ഐ ഡു നോട്ട് ടീച്ച് എന്നായി. ഹി വന്നു കഴിഞ്ഞപ്പോ ഹി ഡു നോട്ട് ടീച്ചേഴ്സ് എന്ന് പറയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഹി എന്ന് പറയുമ്പോൾ സിംഗുലർ ആയതുകൊണ്ട് ആ ടീച്ചേഴ്സിന്റെ കൂടെ കിടക്കുന്ന എസ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഡൂവിന്റെ കൂടെ ചേർത്തിട്ട് ഡസ് എന്നാക്കിയാൽ മതി. അപ്പൊ ടീച്ചേഴ്സിന്റെ കൂടെ എസ് വേണ്ട, ടീച്ചേഴ്സ് മതി. ഹി ഡസ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. അപ്പോ നമുക്കൊരു കാര്യം ഇവിടെ ഓർത്തിരിക്കാം, ഒന്നില്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അപ്പൊ ഡു നോട്ട് ചേർക്കണോ ഡസ് നോട്ട് ചേർക്കണോ എന്നുള്ളത് സബ്ജക്റ്റിനെ കൂടി ആശ്രയിച്ചിരിക്കുകയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്ന് ചേർക്കേണ്ടി വരും, ഡസ് നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡു നോട്ട് ചേർക്കുന്നത്. ഇനി ഇതെവിടെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി വേറെയും ഒരു ടെക്നിക്ക് ഉണ്ട്. തന്നിരിക്കുന്ന വാചകത്തില് മെയിൻ വെർബിന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ ഡസ് നോട്ട് ആയിരിക്കും ചേർക്കേണ്ടി വരും. ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എസ് ഇല്ലേ, അപ്പൊ അവിടെ എന്ത് വരും? ഡസ് നോട്ട് വരും. ഓക്കെ, പിടി കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡു അല്ലെങ്കിൽ ഡസ് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയുന്നത്. ഷീ വെന്റ് ടു ഡൽഹി. ഗോ പ്രസന്റേഴ്സ് ആണ്, അതിന്റെ പാസൻസ് ആണ് എന്ത്? വെന്റ്. ഷീ വെന്റ് ടു ഡൽഹി, അവൾ ഡൽഹിക്ക് പോയി. നമ്മള് അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അവൾ ഡൽഹിക്ക് പോയിട്ടില്ല. നസീമ എങ്ങനെ പറയും നമ്മള്? നസീമ? യെസ്, ഓക്കെ. നിസിയ പറഞ്ഞാല് നിസിയ yes, Nicia is also there. Alpha. കേൾക്കുന്നില്ലേ? Yes, sir. ഓക്കെ. എന്നാ പറഞ്ഞോളൂ, നസീല എന്നാ പറഞ്ഞോളൂ. She did not go to Delhi. Okay, she did not go to Delhi. She did not go to Delhi. That's correct. She did not go to Delhi. Okay. ശരിയാ. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ നോക്കിയേ, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർത്തു? ഡിഡ് നോട്ട് എന്ന് പറയുന്ന വേർഡ് ചേർത്തു. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റൻസ് മതി. ഓക്കെ, അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഡു, ഡസ്, ഡിഡ് എവിടെ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. ഇനി ഈ ഓക്സിലറി വെർബ് കൊണ്ടുള്ള അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒരു യേസ് അല്ലെങ്കിൽ നോ, യേസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, യേസ് എന്നോ നോ എന്നോ ഉത്തരം പറയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെയെല്ലാം നമുക്ക് എന്ത് വേണ്ടി വരുന്നുണ്ട്? ഈ ഓക്സിലറി വെർബ് വേണ്ടി വരും. ആ ഓക്സിലറി വെർബ് ആദ്യം ഉപയോഗിക്കാൻ വേണം. ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ് ആദ്യം ഉപയോഗിക്കണം. ഞാൻ പറയാം, ആർ യു ഗോയിങ്? നിങ്ങൾ പോവുകയാകുന്നു. അപ്പൊ നിങ്ങൾക്ക് ആൻസർ പറയാം, യെസ് ഐ ആം ഗോയിങ്. അല്ലെങ്കിൽ എന്ത് പറയാം? നോ ഐ ആം നോട്ട് ഗോയിങ്. അപ്പൊ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി വെർബ് വേണം. യെസ്, നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചേ. വേണമെങ്കിൽ പറയാം, വിൽ യു സ്റ്റഡി ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമോ? യെസ് ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അല്ലെങ്കിൽ നോ ഐ വിൽ നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒന്ന് രണ്ട് യെസ് ഓർ നോ മോഡലുള്ള ചോദ്യങ്ങൾ പറഞ്ഞു. യെസ്, ആരും നിന്നും റിയാക്ട് ചെയ്യാതെ. ആൽഫ
Sir, ഓക്കെ, സബിക പറഞ്ഞോളൂ. sound ഇല്ല sir. എന്നാ ശരി, ഓക്കെ ഓക്കെ, റെസ്റ്റ് എടുത്തു. അല്ല പറയാം, എന്നാലും വലിയ സൗണ്ട് ഇല്ല. ഓക്കെ ഓക്കെ. Did you see the movie? Did you see the movie? ഓക്കെ ഓക്കെ, നിങ്ങൾ സിനിമ കണ്ടോ? കറക്റ്റ് ആണ്, വെരി ഗുഡ് വെരി ഗുഡ്. ഡിഡ് യു സീ ദ മൂവി, നിങ്ങൾ സിനിമ. അപ്പൊ യെസ് ഐ സോ ദ മൂവി, അല്ലെങ്കിൽ നോ ഐ ഡിഡ് നോട്ട് സീ ദ മൂവി. കറക്റ്റ്. ഓക്കെ സബിയ, അടുത്ത ആരെങ്കിലും? Do you like cricket? ഡു യു ലൈക്ക് ക്രിക്കറ്റ്? നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? അപ്പൊ എന്താ പറയാ? നോ ഐ ഡു നോട്ട് ലൈക്ക് ക്രിക്കറ്റ്. യെസ് ഐ ഡു ലൈക്ക് ക്രിക്കറ്റ് എന്ന് പറയും. ഓക്കെ മുബീന, കറക്റ്റ് ആണ്. Are you coming to my home? Are you coming to my home? Yes, I am coming to your home. No, I am not coming to your home. Okay, correct. Yes, അപ്പൊ yes or no question പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, പിന്നെ യെസ്, ഞാനും ഇല്ലല്ലോ, എല്ലാവരും ഓൺ ചെയ്ത് വെച്ചിട്ട് പോയേക്കാണ് സബിയ. ഉണ്ട് സർ. അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. ഓക്കെ, ശരണ്യ. യെസ്. Yes, sir. ഓക്കെ, ശരണ്യയുടെ ഒരു yes or no ക്വസ്റ്റ്യൻ വന്നില്ലല്ലോ. Did you come with me? Okay, did you come with me? Yes, I came with you or I did not come with you. Okay, ശരിയാണ് ശരിയാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പോ ഇതിന്റെ അകത്തുള്ള ഒരു ഉപയോഗമാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ആർ യു ഹാപ്പി? ഓ ആൻസി, വെരി ഗുഡ്. ആർ യു ഹാപ്പി? യെസ് ഐ ആം ഹാപ്പി, അല്ലെങ്കിൽ നോ ഐ ആം നോട്ട് ഹാപ്പി. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ശരിയാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഇപ്പൊ നമ്മള് എത്ര എന്ന ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ആൻസി നമ്മൾ ചോദിക്കുന്ന വേർഡ് ഏതാണ്? എത്ര. How much or how many? How much or how many. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഹൗ മെനി എന്ന് ചോദിക്കുക. ഹൗ മെനി. അപ്പൊ ഹൗ മെനി എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ നമ്മൾ മാർക്ക് ചെയ്യുക നമ്പർ, എണ്ണം ചോദിക്കുമ്പോഴാണ് ഹൗ മെനി ചിൽഡ്രൻ യു ഹാവ്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്, അല്ല എത്ര എണ്ണം കുട്ടികൾ. അപ്പൊ എണ്ണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗ മെനി എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ആൻസി അതിന്റെ കൂടെ പറഞ്ഞു ഹൗ മച്ച് എന്ന് പറഞ്ഞു. ഹൗ മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? എണ്ണം തന്നെയാണ്. പക്ഷെ ആ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൗ മച്ച് ചിൽഡ്രൻ എന്ന് ചോദിക്കരുത്, തെറ്റാണ്. ആ ഹൗ മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എത്ര രൂപയായി എന്നുള്ളതിന് അവിടെ ചോദിക്കേണ്ടതാണ് ഹൗ മച്ച്. ഹൗ മെനി എന്നല്ല, ഹൗ മച്ച്. അപ്പൊ ഹൗ മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അത് എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൗ മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്നാണ്, അത് മണി, പണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് സൈഡിലേക്ക് ഹൗ മച്ച്, മണി, മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തൊരു വേർഡ് ഉണ്ട് ഹൗ ഓഫൺ. OFTEN, ഹൗ ഓഫൺ. ഹൗ ഓഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം എന്ന്, എത്ര പ്രാവശ്യം. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ് ഇൻ എ മന്ത്. ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും സന്ദർശിക്കുന്നു. കണ്ടോ? ഹൗ ഓഫൺ, ദാറ്റ് മീൻസ് അത് കാണിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് എന്ന് വെച്ചാല് എത്ര പ്രാവശ്യം, ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ്. ഓക്കെ, അപ്പോ ഒന്നും കൂടി ഞാൻ പറയാം. ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് എണ്ണത്തെ കാണിക്കാനാണ്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് പണത്തെ കാണിക്കാനാണ്. ഹൗ ഓഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം എന്ന സംഗതിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഹൗ ലോങ്. ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രയെന്നാണ്. പക്ഷേ ഹൗ ലോങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഡ്യൂറേഷൻ ഓഫ് ടൈം, അതായത് എത്ര സമയം. ഹൗ ലോങ്, എത്ര ദൂരം,
അല്ല, എത്ര സമയം, ഡ്യൂറേഷൻ ഓഫ് ടൈം, ദൂരം കണ്ടിട്ട് ഹൗ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ടൈം, എത്ര സമയം. അപ്പൊ ഹൗ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എന്നാണ് അത് സൂചിപ്പിക്കുന്നത്, ടൈമാണ്, എത്ര സമയം, ഹൗ ലോങ്. ഓക്കെ, ഇനി ഹൗ ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എന്നാണ്, അത് സൂചിപ്പിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. ഹൗ ഫാർ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് എത്ര ദൂരെയാണ്. അപ്പൊ നമ്മൾ എത്ര എന്നുള്ളതിന് കുറച്ചധികം വാക്കുകൾ ഇപ്പൊ കണ്ടു. ഹൗ മച്ച് കണ്ടു, ഹൗ മെനി കണ്ടു, ഹൗ ഓഫൺ കണ്ടു, ഹൗ ലോങ് കണ്ടു, ഹൗ ഫാർ കണ്ടു. അപ്പൊ എത്ര എന്ന അർത്ഥം വരുന്ന ഒരു സെന്റൻസിൽ ആ എത്ര എന്നുള്ള സ്ഥലത്ത് ഒരു ഡാഷ് ഇട്ടിട്ട് സെന്റൻസ് കൊടുക്കും. അടിയില് ഹൗ ഫാർ ഉണ്ടാവും, ഹൗ ലോങ് ഉണ്ടാവും, ഹൗ ഓഫൺ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള രണ്ടുണ്ടാവും, വേറൊരു കൂടി 3 ആൻസർ ഉണ്ടാവും. അതിൽ ആ സെന്റൻസ് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചോളണം ഇവിടെ ഏതാണ് വരേണ്ടത് എന്ന്. അപ്പൊ ഒന്നുകൂടി പറയാം. ഹൗ മച്ച് മണിയുമായി ബന്ധപ്പെട്ടത്, ഹൗ മെനി നമ്പറുമായിട്ട് ബന്ധപ്പെട്ടത്, ഹൗ ഓഫൺ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം എന്നുള്ളത് ബന്ധപ്പെട്ടത്, ഹൗ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഹൗ ഫാർ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എത്ര എന്ന് പറയുന്ന വേർഡുമായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്, മനസ്സിലായില്ലേ അത്? ഓക്കെ, പിടികിട്ടി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ നിങ്ങളോട് 1-2 സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നിങ്ങൾ പറയുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഗെറ്റ് റെഡി, ലെറ്റ് us start. Okay, let us start. ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടോന്ന് നിങ്ങൾ പറയണം. ഞാൻ ബി എന്ന് പറയുന്ന അക്ഷരത്തില് തുടങ്ങുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് കുറച്ച് ചോദിച്ചിട്ടുണ്ട് സർ. ഓക്കെ, ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് ചോദിച്ചിട്ടുണ്ട്. ഏത് അക്ഷരം വരെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആർ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് ചോദിച്ചിട്ടില്ലേ? ആർ എന്ന് പറയുന്ന അക്ഷരം മലയാള അക്ഷരോ? അല്ല, ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ആറില്ലേ? ആറ് ചോദിച്ചിട്ടില്ല. ഒരക്ഷരം കൂടി ചോദിച്ചിരുന്നു, അത് ആറ് തന്നെയാ തോന്നുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻ കേട്ടാലും ഓർമ്മാവും സർ. ഓക്കെ, ഞാൻ പറയാം. ആർച്ച് ഓഫ് കളേഴ്സ് ഇൻ ദ സ്കൈ. ചോദിച്ചതാ. ഓക്കെ. അപ്പൊ ആറ് ചോദിച്ചാൽ എവിടം വരെ ചോദിച്ചതോടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ. യെസ്, ഓക്കെ. ഇനി ജി ആറിൽ ചോദിച്ചിട്ടുണ്ട്. ജിയിൽ തുടങ്ങുന്നത് നോ സർ. അങ്ങോട്ട് പിടിക്കാം. ഓക്കെ. ജിയിൽ തുടങ്ങുന്ന ചോദ്യമാണ് ഞാൻ. ജിയിൽ തുടങ്ങുന്ന ചോദ്യമല്ല, ജിയിൽ തുടങ്ങുന്ന ആൻസർ വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ അക്ഷരം ജി ആയിരിക്കും, രണ്ടാമത്തെ അക്ഷരം ആർ. ഇംഗ്ലീഷ് ലെറ്റർ ആർ. ആദ്യത്തെ അക്ഷരം ജി, രണ്ടാമത്തെ അക്ഷരം ആർ. ഇപ്പൊ ഗ്രീൻ എന്ന് പറയുന്നത് GREEN. അപ്പൊ ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ യു ബി റെഡി. എന്താ സബിയ? ഓക്കെ എന്ന് പറഞ്ഞത് സർ. ഓക്കെ എന്ന് പറഞ്ഞത്. വെരി ഗുഡ് സബിയ, വെരി ഗുഡ്. അപ്പൊ സബിയക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എഴുതി കാണിച്ചാലും മതി. അപ്പൊ ഞാൻ പറയുന്നത്, ആദ്യം ഉത്തരം പറയുന്ന ആളെ ഞാൻ പരിഗണിക്കും. ഉത്തരം എഴുതുന്ന രണ്ടുപേരെ പരിഗണിക്കും. രണ്ടുപേരെ പരിഗണിക്കുന്നത് എന്താണെന്ന് ടൈപ്പ് ചെയ്യണം. ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് വരാൻ സ്പീഡ് കുറവുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം ഉത്തരം പറയുന്ന ആളും ആദ്യം ഉത്തരം എഴുതുന്ന രണ്ടുപേരും. ഓക്കെ,
അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പരിഗണിക്കാം. യെസ്, ഓക്കെ 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 ഓക്കെ. ഇതൊരു മത്സരമായിട്ട് എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. A black stick inside a pencil. ഫസ്റ്റ് ലെറ്റർ ജി ആയിരിക്കണം, രണ്ടാമത്തെ ലെറ്റർ ആർ ആയിരിക്കും. Sir, graphite. ഗ്രാഫൈറ്റ്. ആൻസി കറക്റ്റ്. യു ആർ വെരി ബ്രില്യൻറ്റ്. ആൻസി കറക്റ്റ് ആണ് ആൻസർ. അപ്പൊ ആരും എഴുതിയില്ല, ആൻസർ മാത്രം പറഞ്ഞുള്ളൂ. അപ്പൊ ആൻസിക്ക് ഒരു പോയിന്റ് വന്നു. ആ പെൻസിലിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു കറുത്ത സംഗതിയില്ലേ, അത് ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത്, യുവർ പാരന്റ്സ്. അപ്പോസ്ട്രോഫീസ് ആണ്. പാരന്റ്സ് പാരന്റ്സ്. ഇപ്പൊ മുബീനയാണ് ആദ്യം പറഞ്ഞത്, അപ്പൊ ഞാൻ മുബീനക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, മുബീന കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ശബ്ദം അവിടെ ലൈറ്റ് അവിടെയാണ് വന്നത്. അപ്പൊ ആരും എഴുതുകയും ചെയ്തില്ല. അപ്പൊ എഴുതാൻ ആർക്കും താല്പര്യമില്ലാന്ന് തോന്നുന്നു. അതിനകത്താണ് ഒരു പോയിന്റ് കിട്ടിയാല്. യെസ്, ഓക്കെ ഓക്കെ. പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ഈസ് കോൾഡ് ഗ്രാൻഡ് പാരന്റ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, എ ബിൽഡിംഗ് വെയർ, WHERE വെയർ, വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്, PLANTS. എ ബിൽഡിംഗ് വെയർ യു ഗ്രോ യുവർ പ്ലാന്റ്സ്, PLANTS, പ്ലാന്റ്സ്, ചെടികൾ. Greenhouse. Oh, Sabiga, you are right. Greenhouse. Greenhouse ആണ് നമ്മളെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പച്ച ഷീറ്റ് കൊണ്ട് ചെറിയൊരു ഷെഡ് പോലെ കെട്ടി, അതിന് പറയുന്ന പേര് ഗ്രീൻ ഹൗസ് എന്നാണ്. ചില വീടുകളിലുണ്ടാവും ഗ്രീൻ ഹൗസ്. ഓക്കെ സബിക, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അടുത്തത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടു കുക്ക് ഫുഡ്, ടു കുക്ക് ഫുഡ് ഓൺ എ മെറ്റൽ ബാർ. To cook food on a metal bar. Grill, 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 grill. ഓക്കെ, ഒരു പ്രാവശ്യം മതി ആൻസി. യെസ്, 100 പ്രാവശ്യം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഗ്രിൽഡ് ചിക്കൻ ആണ്. Sorry, എന്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞതാ. ഓക്കെ 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 ഓക്കെ. ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലായി. ഗ്രിൽഡ് ചിക്കനോട് ആൻസിക്ക് തന്നെ താല്പര്യമുണ്ട് നിങ്ങൾ പിടികിട്ടി. ഗ്രില്ല് പറയുമ്പോ അതിന്റെ ഓക്കെ 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 ഓക്കെ. നാൻസി അതിന്റെ ഭക്ഷണം നമുക്ക് കുക്ക് ഫുഡ്, ഭക്ഷണം ഉണ്ടാക്കുക ഓൺ എ മെറ്റൽ ബാർ, ഒരു മെറ്റലിന്റെ നെറ്റ് ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ എന്ന് പറയണത്. ഗ്രിൽ ചിക്കൻ അല്ല ഗ്രിൽ എന്ന് പറയണത്. ഓക്കെ, ഗ്രില്ല്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത്, എ സ്മോൾ ബോംബ് thrown by hand. A small bomb thrown by hand. ചെയ്യാത്ത വർഷം, രണ്ടാമത്തെ വർഷം. Grenade. ഓക്കെ സബിയ, യു ആർ റൈറ്റ്. ഗ്രനേഡ്. ഓക്കെ 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 ഓക്കെ, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. യെസ്. ആരും എഴുതാത്തോണ്ട് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇത് തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് ആദ്യം പറയുന്ന ആളെ രണ്ടാമത് പറയുന്ന ആളെ പെടുത്താം. ആരും എഴുതുന്നില്ല, എഴുതാൻ എല്ലാവർക്കും മടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പെടുത്താം. എന്ത് പറയുന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പെടുത്താം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പറയുന്ന ആളും അപ്പൊ എല്ലാവർക്കും മാർക്ക് കിട്ടിക്കോട്ടെ. ഇപ്പൊ പോയത് പോയിട്ടോ, അത് പോയി വിട്ടു. ഇനി തുടങ്ങി നമുക്ക് 2 പേരെടുക്കുകയാണ്. ആദ്യം പറയുന്നത്, രണ്ടാമത് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എ സ്മോൾ ബോംബ് ത്രോൺ ബൈ ഹാൻഡ്, കൈകൊണ്ട് വലിച്ചെറിയാവുന്ന ഒരു ബോംബ്, ഗ്രനേഡ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഞാനൊരു സംഗതി പറയുന്നു, അതിന്റെ സെയിം മീനിങ് ഉള്ള വേറൊരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് ഇതാണ്, ടു ബിക്കം ബിഗ്ഗർ. ടു ബിക്കം. ഓക്കെ ഓക്കെ. ഭാവനയും വന്നിട്ടുണ്ട്, മുബീനയും വന്നിട്ടുണ്ട്. ഓക്കെ, മുബീന ആൻഡ് ഭാവന. അല്ലാതെയും വന്നിട്ടുണ്ട് കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾ തന്നെ ഏൽപ്പിക്കേണ്ടി വരും. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പോ ടു ബിക്കം ബിഗർ എന്ന് പറഞ്ഞാൽ വലുതാവുക എന്നത്. അപ്പൊ അതിനർത്ഥം ഗ്രോ, GROW. നമുക്ക് കറക്റ്റ്
GR ലെവൽ ആരംഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഇസ് വെരി ഈസി ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളതായിരിക്കാം അത്. ഓക്കെ, ചോദ്യം ഇതാണ്. ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്, BRIDE, ഉണ്ട്, നസീലയുണ്ട്. ഓക്കെ 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 ഓക്കെ, മുബീന ആൻഡ് നസീല ശരിയാണ് കേട്ടോ. നസീല അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്, നസീമ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം വന്ന് തെളിഞ്ഞ് രണ്ടുപേരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലെറ്റ് us come to the next question, which is very, എന്താ പറയാ, ചിന്തിക്കാവുന്ന ചോദ്യമാണ്. എ കളർ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അത് നമുക്ക് 3 പേരെടുക്കേണ്ടി വരും. 3, ഭാവന, സവിക, മുബീന. കാരണം ഒപ്പോണ് വന്നത്. ഭാവന, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നസീമ. ഓക്കെ, നസീമ. അപ്പൊ ഞാൻ ആരുടെ പേരൊക്കെയാണ് പറഞ്ഞത്? ഇപ്പൊ ഭാവന പറഞ്ഞു, പിന്നെ എന്താണ്, മുബീന പറഞ്ഞു, പിന്നെ ഒരാളുടെ പേര് പറഞ്ഞില്ലേ, നസീമയാണോ പറഞ്ഞത്? നസീമിനെ കൂടാണ്ട് ഞാൻ വേറെ ആളുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് സർ. സബിയുടെ പേരാണ് പറഞ്ഞത് അല്ലെ? സബിയുടെ പേര്. ഓക്കെ ഓക്കെ, സബിയ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ പറയാ, നമ്മള് നസീമെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, വന്നിരുന്നു, പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനത് പറയൂലെന്നെ വിചാരിച്ചേ, പക്ഷെ നിങ്ങളത് പറഞ്ഞു. ഈ ഗ്രേ എന്ന് പറയുന്ന കളർ ഒന്നുകൂടി കളർ കൂട്ടിയാൽ എന്തായി? ബ്ലാക്ക് ആയി. ഒന്ന് കളർ കോള് വന്നപ്പോ കട്ടായി പോയി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊരു മത്സരമായിട്ട് എടുക്കേണ്ട നസീമ, ജസ്റ്റ് ഫോർ ഫൺ. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രമേ, അത് മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. Let us come to the next question. An insect with long legs that is four. ശരിയാണ് സാമൂതി. മുബീനയുടെ ഞാൻ കണ്ടു, ഭാവനയുടെ കണ്ടു, നിസിയും പറഞ്ഞു. അപ്പോ ഇനി ആരാണ്? നിസിയ കംപ്ലീറ്റ് ആയില്ല സാർ അപ്പോഴേക്കും. അതല്ല, അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പേരത്തൊക്കെ നിങ്ങൾ പറയണ്ട. നിസിയ പറഞ്ഞു, ഭാവന പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞാലാണ് മുബീന പറഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഐ കം ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അവസാന ചോദ്യത്തിലേക്ക് വരികയാണ്. യെസ്, എ പ്ലേസ് വെയർ ഡെഡ് പീപ്പിൾ ആർ ഓക്കെ ഓക്കെ. ഹരീഫയും വന്നിട്ടുണ്ട്, ഭാവനയും വന്നു. സാവകാശം വന്നതിന്റെ പേരിൽ നമുക്കത് പറയാൻ പറ്റി. ഭാവന ആൻഡ് ഹരീഫ. ഹരീഫ നേരത്തെ വന്നിട്ടില്ലല്ലോ. ഓക്കെ, ഹരീഫ. ഓക്കെ, അപ്പൊ ആ സെക്ഷനിലെ ചോദ്യങ്ങൾ അവസാനിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യം ഇത് മനസ്സിലാവേണ്ടത് എടുക്കണ്ട, ജസ്റ്റ് ഫോർ എന്താ പറയാ, സൗഹൃദ മത്സരം ആ രീതിയിൽ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സമയം ഇനി 8 മിനിറ്റ് കൂടി ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി, ഒരു സെറ്റും കൂടി ആരംഭിക്കാമായിരുന്നു. യെസ് യെസ്. അപ്പോ ഇനി മത്സരം അല്ലാത്ത രീതിയിൽ വെറുതെ അങ്ങനെ പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് ആരംഭിക്കട്ടെ. യെസ്. അപ്പൊ ഹരീഫക്ക് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, നസീമക്ക് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, നിസിയക്ക് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഭാവനക്ക് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, നസീലക്കും ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആൻസിക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സബികക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അല്ല, ഭാവനക്ക് 1 പോയിന്റ് കേട്ടാ, ഭാവനക്ക് 5 പോയിന്റ് ആണ്. സോറി, ഭാവനക്ക് 5 പോയിന്റ്. 2 പ്രാവശ്യം ഞാൻ ഭാവന എഴുതിയിട്ടുണ്ട്. യെസ്, സോറി. ഭാവനക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുബീനക്കും 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കുറഞ്ഞവർക്ക് കൂടിയവർക്ക് ഇങ്ങനൊരു പ്രശ്നമില്ലാത്ത നിൽക്കുന്നില്ല. കാരണം കുറച്ച് പേർക്ക് കുറിച്ച് അറിയാം, പെട്ടെന്ന് പറയാൻ വിട്ടുപോയത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം പിടികിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിച്ചത്. ഇനി നമുക്ക്
അടുത്ത പ്രാവശ്യം തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് എഴുത്തുണ്ടാവും. എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാനായിട്ട് കണക്കാക്കി വരണം. കാരണം നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണ്. പരീക്ഷയ്ക്ക് നമുക്ക് പാസ്സാവണ്ടേ? അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറയൂ നസീമ, പറഞ്ഞോളൂ. എക്സാമിന് പാസ്സാവണം, അതിനുള്ളതായിക്കോട്ടെ. നമ്മൾ ഈ നോക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പൊ ഇത് ഞാൻ പറഞ്ഞതില് കുറച്ച് അറിവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഉപകാരപ്രദമാകാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ നടത്തുന്ന പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിൽ നിങ്ങളൊരു പേനയും ഒരു നോട്ട്ബുക്കും നിർബന്ധം വേണ്ട കയ്യിൽ കരുതുക. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്കത് ഒന്ന് പഠിക്കണണ്ട. ഇത് എക്സാമിനേഷനിലൊക്കെ നിങ്ങൾ തകർത്ത് പാസ്സാവും, വിജയിക്കുകയും ചെയ്യും. അതിനകത്തൊന്നും പഠിക്കണ്ട. ഒരു 3 ക്ലാസ് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എടുക്കുന്നു. ആ 3 ക്ലാസ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷിനുള്ള ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ വരുന്നു. പിന്നെ പറയൂ. അടുത്ത വെനസ്ഡേ എല്ലാവരും ക്ലാസ്സിൽ കയറുമെന്ന് തോന്നുന്നില്ല, കാരണം പ്രാക്ടിക്കൽ സെക്ഷൻ വെച്ചിട്ടുണ്ടല്ലോ അടുത്ത. അതെ, 29ന്. അന്നത്തെ ദിവസം മാറ്റിയിട്ട് ഒരു ദിവസം ക്ലാസ് എടുത്താൽ മതി. പറ്റുമോ? അപ്പൊ കാരണം ആ ടൈമിൽ എല്ലാരും ചിലപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല, ദൂരെ ഉള്ളവരുണ്ടല്ലോ. ക്ലാസ് കഴിഞ്ഞെത്തുമ്പോ സമയാവും. അപ്പൊ അന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വേണ്ട. അന്നത്തെ ദിവസം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും. നമുക്ക് പിന്നെ കഴിച്ചേക്കാം. കുഴപ്പമില്ല. നോക്കൂ. ഓക്കെ, അത് പ്രശ്നമില്ല. ഓക്കെ. ശരി. അപ്പൊ ഇനി സാറുണ്ടാവും അവിടെ ചോദിക്കാം. വരുമ്പോ എവിടെയാണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങക്ക് പറവൂരല്ല, ഈ ക്ലാസ് തുടങ്ങുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. ഓക്കെ. പ്രാക്ടിക്കലായിട്ടുമായിട്ട് ഓക്കെ. നമുക്ക് നോക്കാം. ആ സമയത്ത് ഇവിടെ ക്ലാസ് ഉണ്ട് വരുമെന്ന് അറിയണമല്ലോ. അതുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടേ വരാനായിട്ട്. അപ്പൊ എന്തായാലും സാറ് വരുമോ? ഞങ്ങള് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ അല്ലേ സാറിനെ കാണുന്നത്. ശരിക്കും കാണാൻ വേണ്ടിട്ട് സാർ അന്നത്തെ ദിവസം വരുമോ? ക്ലാസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ ഒന്ന് നേരിട്ട് കാണുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഓക്കെ. നിങ്ങൾ അത് അവിടെ വരുമ്പോൾ അവിടെ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റാം. കുഴപ്പമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഒരു സമയത്ത് തന്നെയല്ല വരണം, പല സമയത്തല്ലേ വരിക? ഒരു സമയത്താ. എത്ര സമയത്ത്? ഈ സമയം തന്നിരിക്കുന്നത് 9:30 10 മണിന്റെ ഉള്ളില്. ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്താ പറയാ, ഇവിടത്തെ ഫസ്റ്റ് ബാച്ചാണ് നിങ്ങൾ. അപ്പോ നിങ്ങളെല്ലാവരും അധ്യാപികമാരായിട്ട് മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആലോചിക്കും. പിന്നെ എവിടെയെങ്കിലും മിസ്സൊക്കെ കാണുമ്പോൾ ഞാൻ ഇന്ന സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു പേടിക്കണ്ട. അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങളിലേക്ക് വരും. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആ കഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം കിട്ടും. വിചാരിച്ചതിലും വളരെ ഉയരത്തിൽ നിങ്ങൾ വരുന്നത് പേടിക്കണ്ട. ഞാനിപ്പോ ഈ സന്ദർഭം ഓർത്തു പോയതുകൊണ്ട് കാര്യം ഒരുപക്ഷെ കുറച്ച് പേർക്ക് അറിയാൻ പറ്റായിരിക്കാം. അപ്പൊ ഒന്ന് പോയതുകൊണ്ട് പറയില്ല. ഇപ്പൊ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ പെൺകുട്ടി 5 മിനിറ്റോട് തീരോട്ടെ കഥ കേട്ടാ. ആ പെൺകുട്ടി ആസാമിലെ ഒരു സാധാരണ ഒരു കർഷകന്റെ മകളായിട്ട് ജനിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടി സ്കൂളിൽ ചേർന്ന് സ്കൂളില് അതിന് ഈ ഫുട്ബോളിനോട് വളരെ കമ്പമായിരുന്നു. അപ്പൊ ഫുട്ബോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ സ്കൂളിലെ PT സാറ് ഡ്രില്ല് മാസ്റ്റർ അദ്ദേഹത്തെ ഈ കുട്ടിയുടെ ഫുട്ബോളില് അത്ര ശോഭിച്ചില്ലെങ്കിലും പന്തിന്റെ പിറകെയുള്ള ഈ പെൺകുട്ടിയുടെ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോ ആ കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഫുട്ബോൾ അല്ല നിനക്ക് നല്ലത്, നീ അത്ലറ്റിക് ആ രംഗത്തോട്ട് ശ്രമിക്കാൻ പറയാം.
അതാണ് നിനക്ക് കുറച്ചുകൂടി എഫക്റ്റീവ്. അങ്ങനെ ആ കുട്ടി ഫുട്ബോളിനെ വിട്ടിട്ട് അത്ലറ്റിക്സ് ഇതിലോട്ട് വരണം. യെസ്. അപ്പൊ അങ്ങനെ അത് സ്കൂളിൽ ഓടി, സ്കൂളിൽ ഫസ്റ്റായി. അത് കഴിഞ്ഞതിന് ശേഷം ജില്ലയിൽ ഓടി, ജില്ലയിൽ ഫസ്റ്റായി. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റിൽ ഓടി, സ്റ്റേറ്റിൽ ഫസ്റ്റായി. അപ്പോ സ്റ്റേറ്റിൽ ഫസ്റ്റായ സമയത്ത് ആ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഇവളുടെ അച്ഛനോട് പറയുകയാണ്, അച്ഛൻ എനിക്ക് ഒരു അഡിഡാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, സ്പോർട്സ് ഐറ്റംസ് മാത്രം വിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അഡിഡാസ്. ഓൾ ഡേയ്സ് ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. അതാണ് അഡിഡാസിന്റെ ആ വാക്കിന്റെ അർത്ഥം. ഓൾ ഡേയ്സ് ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. ഇപ്പൊ വലിയ വലിയ സ്പോർട്സ് താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഷൂസ്, ബാറ്റ്, അങ്ങനെ ഒരുപാട് എല്ലാ അഡിഡാസിന്റെ. യെസ്. അപ്പോ ഇവിടെ അച്ഛനോട് പറയും എനിക്കൊരു അഡിഡാസിന്റെ ഷൂ മേടിച്ച് തന്നെ ഓടാനായിട്ട് എന്ന് പറയുന്നു. അപ്പൊ അച്ഛന്റെ കയ്യിൽ അത്രയും വാങ്ങിക്കാനായിട്ടുള്ള പൈസയില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, ഒരു സാധാരണ ഷൂ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ അവള് സ്റ്റേറ്റ് മത്സരത്തിന് പോകുമ്പോൾ ഈ സാധാരണ ഷൂ ഇട്ടാണ് ഓടുന്നത്. പക്ഷെ എന്നിട്ട് അവളൊരു ആഗ്രഹം കൊണ്ട്, ഒരു സ്കെച്ച് പേന കൊണ്ട് ആ ഷൂവിന്റെ സൈഡില് അഡിഡാസ് സ്കെച്ച് പേന കൊണ്ട് എഴുതുകയാണ്. എന്നിട്ടാണ് ആ കുട്ടി ആ സ്പോർട്സിൽ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവൾ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആവുന്നു, റേസിൽ, ഓട്ടത്തിൽ ഫസ്റ്റ് ആവുന്നു. പിന്നീട് അവൾ ഇന്ത്യൻ ടീമിലോട്ട് വരും. കോമൺവെൽത്ത് ഗെയിംസ്, അങ്ങനെ ഇങ്ങനെ പല പല ഘട്ടങ്ങളായിട്ട് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിച്ചു വന്നതിൽ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മത്സരം വിജയിച്ചതിന്റെ കഥകൾക്ക് കൂടി ഞാൻ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ ഒരു വാക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് പിന്നീടുള്ള ഒരു വിഷമത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് ഇപ്പൊ അധികം വയസ്സൊന്നും ആയിട്ടില്ല, 10-27 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പെൺകുട്ടിക്ക്. ഓക്കെ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി ഈ പെൺകുട്ടിയുടെ അടുത്തിട്ട് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ബ്രാൻഡ് അംബാസിഡർ. ഇപ്പൊ നമുക്കറിയാം ചില പ്രോഡക്റ്റിന് ഏറ്റവും കഴിവുള്ള ഒരാളെ ബ്രാൻഡ് അംബാസിഡർ ആക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ആ സ്പോർട്സിലുള്ള ഉയർച്ച കണ്ടിട്ടാണ് പറയുന്നത്. ഒരു സാധാരണ പെൺകുട്ടി ഈ ലെവൽ വരെ ഉയർന്നു കഴിഞ്ഞപ്പോ സ്വർണങ്ങൾ മാത്രമേ ഒരു വാരി കൂട്ടിയിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവളങ്ങനെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പോകുന്നു. അപ്പൊ നോക്കി, ഒരു കാലഘട്ടത്ത് അഡിഡാസിന്റെ ഒരു ഷൂ ഇടാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മുന്നിൽ അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പറ്റും. അപ്പോ ചോദിക്കുന്ന പൈസയിലേക്ക് അഡിഡാസ് കൊടുക്കുന്നത്. അപ്പൊ അവൾ അങ്ങനെ സമ്മതിക്കുകയാണ്. സമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പരസ്യത്തിന്റെ ആ അഡിഡാസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവുന്ന സമയത്ത് ആ ഒരു ചടങ്ങിൽ ഇവള് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞപ്പോ ഈ അഡിഡാസിന്റെ കമ്പനി ഇവളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ പെൺകുട്ടി പണ്ട് കാലത്ത് അഡിഡാസിന്റെ ഒരു ഷൂ വാങ്ങിച്ചു അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്ന് വന്നപ്പോ സാധാരണ ഷൂ എന്റെ അച്ഛൻ വാങ്ങിച്ചു തരികയും അതിന്റെ സൈഡിൽ ഞാൻ സ്കെച്ച് പേന കൊണ്ട് അഡിഡാസ് എന്ന് എഴുതിയിട്ട് പോയി സ്പോർട്സിൽ പങ്കെടുക്കുകയും ചെയ്തൊരു കഥ പറയുന്നു. അപ്പൊ ആ കമ്പനിക്ക് അവളോടുള്ള ഇഷ്ടവും താല്പര്യവും വളരെയധികം കൂടി. ഇപ്പോഴും ആ കമ്പനി ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പേരിൽ ഒരു സ്പോർട്സിന്റെ ഷൂ ഇറക്കി. അതാണ് ഹീമാദാസ്. നിങ്ങൾ അഡിഡാസിന്റെ സ്പോർട്സ് ഷൂ മേടിക്കുമ്പോൾ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഹീമാദാസ് ചെറുതായിട്ട്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കിയേ, ആ പെൺകുട്ടിയുടെ കഷ്ടപ്പാടിന്, ആ പെൺകുട്ടിയുടെ ബുദ്ധിമുട്ടിന് കുറച്ച് വൈകി അതിന് റിസൾട്ട് വന്ന കണ്ട. ഇപ്പോ നിങ്ങളെ കളിയാക്കുന്നവർ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന ഒരവസ്ഥ വരും. അപ്പൊ ഇവിടെ വരുന്നു, ഇതെല്ലാം കാണിക്കുന്നു. അതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കേണ്ടതില്ല. ഇതിന്റെ എല്ലാം റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. Thank you, sir. Thank you, sir. Thank you, sir. Right, sir.